ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ വന്നുള്ളത് ഈ ഒരു ചാലാട്ടോ. ഇഷ്ടമാതിരി കുറുവാ പരലുള്ളിലുണ്ട്. എല്ലാ പ്രാവശ്യം നമ്മൾ വന്നിട്ട് വല വീശാറ് പതിവ്. ഈ പ്രാവശ്യം സ്പിന്നർ അടിക്കാന്ന് വെച്ചു. വന്നിട്ടുള്ള സ്പോട്ട് കണ്ടില്ല, നല്ല രീതിക്ക് ഉടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മരത്തിൻ്റെ ഉള്ളോടെ വേണ്ട നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പ് നമ്മൾ ഷോപ്പിലേക്ക് പോയിട്ടാന്നു ചെറിയൊരു സ്പിന്നർ എടുക്കാൻ വേണ്ടി. കുറേ വലിയ വലിയ സ്പിന്നറുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ കണ്ണിൽ പെട്ടത് ഈ ഒരു ചെറുതാട്ടോ. ഈ ഗോൾഡൻ സ്പിന്നർ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് റേറ്റ് വന്ന് വെറും 199 രൂപ ഉള്ളൂ. നല്ല രീതിക്ക് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതെടുത്ത് നേരെ സ്പോട്ടിലേക്ക് പോയിട്ടുണ്ട്. ഈ സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പീലുപ്പള്ളത്തിൻ്റെ തൊട്ട് ഭാഗത്തുള്ള ചെറിയൊരു ചാലാട്ടോ. പീലുപ്പള്ളത്തിനാണ് ഇഷ്ടംമാതിരി ചൂണ്ടക്കാർ വന്നിടാന്നു. അത് തന്നെ അവിടെ ചൂണ്ടാൻ പറ്റില്ല. അവർക്ക് അവിടെ കിട്ടുന്ന ചെറിയ ചെറിയ പരലോളും പീലുപ്പള്ളാന്ന് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പുറത്ത് നിന്ന് കാസ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ കാസ്റ്റിങ്ങിന് നമുക്ക് ചെറിയൊരു വരാൽ കിട്ടി. അതാണ് ഊരി പോയി ചെയ്തിട്ടോ, ചെറിയൊരു വരാലായിരുന്നു. അതിന് രണ്ടാമത്തേന് നമുക്കൊരു പരൽ കിട്ടിയിട്ടുണ്ട്. അവന് നമ്മൾ നേരെ തൂക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിൽ പരലിന് നമ്മൾ ഉദ്ദേശിച്ച് വന്നവിടെ. പക്ഷേ നല്ല രീതിക്ക് അട്ടയ്ക്കുള്ള കാരണം നമ്മൾ ക്യാമറമാൻ അടുത്തേക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ മീൻ പിടുത്തം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയൊരു ചെറിയൊരു മീനെ കൊണ്ട് നമ്മൾ വീട്ടിലത്തെ ടാങ്കിലോട്ട് ഇടാൻ പോകണം. വേറെ ഒന്നുമില്ല, അതിൽ കുറച്ച് കരിപ്പിടികളും എടുക്കുന്നുണ്ട്. അവന്മാർക്ക് ഫുഡ് കൊടുക്കാന്ന് വെച്ചു. ഇട്ട് കൊടുക്കണത് താമസം അവന്മാർ കഴിക്കണുണ്ടില്ല. നല്ല രീതിക്ക് വിശപ്പും കാര്യങ്ങളൊക്കെ വന്നു. നമ്മളെല്ലാ ഞായറാഴ്ചയും ചെറിയ ചെറിയ കോഴിക്കോട്ടിലൊക്കെ കൊണ്ടുവന്നിട്ടാറുണ്ട്. ഈ പ്രശ്നം നമുക്കൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അത് കാരണമായിട്ട് നമ്മൾ ഈ ഒരു മീൻ ഇട്ട് കൊടുത്തത്. ഇതിൻ്റെ ഫുഡൊക്കെ കൊടുക്കണായിട്ടുള്ള നമ്മൾ ഉണ്ടാൻ വന്നിട്ടാ. ഉണ്ടനാണ് ഈ പുതിയ സ്റ്റിക്കൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ വലിയൊരു കൊമ്പനൊന്നും പിടിക്കുന്ന പറഞ്ഞിട്ട് ഉണ്ടാൻ വന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവന്മാരുടെ അടുത്ത് സംസാരിച്ച് നമ്മൾ നേരെ വരാലോളത്തേക്ക് പോയിട്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം നമ്മൾ വരുമ്പോൾ നമുക്ക് വലിയ മീനൊന്നും കിട്ടാറില്ല വരാലോളത്തേക്ക്. ഈ പ്രാവശ്യം നമുക്ക് ഫ്രോഗിൽ കിട്ടിയതാട്ടത് ഈ ഒരു കൊമ്പനെ. ഏകദേശം 750 ഗ്രാമിൻ്റെ വെയിറ്റ് നാടൻ വരാലാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ കൂടുതലും ക്യാബിറ്റിൽ പിടിക്കുന്ന വീഡിയോ ആണ് വരാലോളത്തിൽ ഇട്ടിട്ടുള്ളത്. ഈ പ്രാവശ്യം നമുക്ക് ഇതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അതും അതിനായിട്ട് അടിച്ചവൻ പെട്ടെന്നുള്ള അടികൾ കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ അവനെ വലിച്ച് കയറ്റാളൊരു തയ്യാറെടുപ്പിൽ നിന്നുട്ടോ. അങ്ങനെ ഇതെടുപ്പ് എടുത്ത് പൊക്കി നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വലിപ്പം. കുറച്ച് ചൂണ്ടക്കാരനാണ്, അവരൊക്കെ വന്ന് ഓരോരുത്തർ ഫോട്ടോ എടുത്തൊക്കെ പോയിട്ടാ. അത് നമ്മൾ പോണ വയ്ക്കുന്ന ചെറിയ ചെറിയ മീനുകൾ ചൂണ്ടിട്ട് പിടിച്ചിട്ടുണ്ട് ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ മീൻ ഇട്ടിട്ടുള്ള ബാറ്ററി ടാങ്കിൽ ഇട്ടാൽ മുകളിൽ അതിന് പോയിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പോവുക. ഇട്ട് കൊടുക്കാൻ പിന്നെ അവൻ വലിയ അനക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ വെച്ച് ഡെഡ് ആവാറായിരുന്നു. പിന്നെ നമ്മൾ പതുക്കെ പോയി എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി അവൻ നല്ല രീതിക്ക് ആക്റ്റീവ് വന്നു കേട്ടോ. പിന്നെ അവനെ കുറച്ച് നേരം നമ്മൾ പിടിച്ചിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്നു. അവനെ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ്റെ കൈ അപ്പുറത്തേക്ക് എത്തുന്നില്ല, അത്രയും വണ്ണം കേട്ടോ അവൻ്റെ തലയ്ക്ക്. അതിന് ഇതിനൊക്കെ കുറച്ച് നേരം ഫോട്ടോ എടുത്ത് നമ്മൾ അതിൽ നിന്ന് നോക്കിയാണ് നമ്മൾ വെള്ളത്തിൽ കിട്ടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.